പേടിക്കണ്ട, നമുക്ക് കാശ് വേണം, നമുക്കും ജീവിക്കണം. പോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇല്ലടാ, എനിക്ക് വല്ലാതെ പേടിയാവുക. എന്ത് പേടി? എന്തിനാ പേടിക്കുന്നേ? എല്ലാത്തിനും ഒരു തുടക്കം വേണം. അത് ഇന്നാണെന്ന് വിചാരിച്ചോ. പോ, നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ജീവിക്കണ്ടേ. ചെല്ല്, ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടല്ല, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും പോയിട്ടില്ല, അതാ പറഞ്ഞ്. ഞാനുണ്ട്, എന്നും നിനക്കായി ഞാനുണ്ട്. ഇത് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയാ, അത് ഓർത്തോ. ശരി, ഞാൻ പോവാ. പൊയ്ക്കോ. ഇത്രയേ ഉള്ളൂ. ഇതിനായിരുന്നു ഇത്രയും ബഹളം. ഓട്ടോ ഇതാ പ്രിയ, ഇതിരിക്കട്ടെ. താങ്ക്സ്. ഇനി നോയിക്കോ, Bye. നീ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാം. ആരെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പഠിച്ചുകൊണ്ട് തന്നെ നിനക്ക് പണം ഉണ്ടാക്കാം. പോട്ടെ. ബൈ. ബൈ. അളിയോ, ഒരു ഭയങ്കര കമ്പനി തന്നെ. ശരീരമൊക്കെ പിഴിഞ്ഞെടുത്തടാ അവള്. എന്തൊരു എൻജോയ്മെന്റ് ആയിരുന്നോ. ഹേയ്, ചുമ്മാ ഒന്നുമല്ല. ജോർജ് കുട്ടി എടുക്ക്, ജോർജ് കുട്ടി. ഈ പോക്കറ്റിലായിരുന്നല്ലോ വെച്ചിരുന്നത്, കാണുന്നില്ലല്ലോ. എവിടെ പോയോ? ആ പാൻറ്റിന്റെ പോക്കറ്റ് നോക്കട്ടെ. ഇന്നാ പിടിക്ക. എന്താണത്? 1000 കുറവാണല്ലോ. ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, അടുത്ത തവണ മുഴുവനും തന്നേക്കാം. നമ്മുടെ പിള്ളേർക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു പരിപാടി ഇത് മാത്രമായിരുന്നു. ഇതിലും തുടങ്ങിയല്ലേ? ഇവൻ എന്തൊരു ഊടായിപ്പാ, ജീവിക്കാനും സമ്മതിക്കില്ല. നീ നമ്മുടെ ചങ്ങാതിയായി പോയില്ലേ? ഞാനൊരു പാവല്ലടാ. താങ്ക്സ് അളിയ. ഇപ്പൊ കണ്ട ഈ സീനിൽ തന്നെ ഇവനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും. ഇവന്റെ ആവശ്യമെല്ലാം പണം മാത്രം. പണത്തിന് വേണ്ടി ഇവൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ആരെ വേണമെങ്കിലും കൂട്ടിക്കൊടുക്കും. ഇവൻ കാണുന്ന പോലെയല്ല, നല്ല കാശുള്ള പയ്യന്. ഇവന്റെ മുഖം കണ്ട ഒരു പാല് കൂടി മാറാത്ത പയ്യനെ പുറത്ത് തോന്നും. എന്നാ കയ്യിലിരിപ്പാണെങ്കിലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ കാര്യം. കാര്യവും കാരണമൊക്കെ പണം ഉണ്ടെങ്കിലേ നടക്കൂ. കാശ് കൊണ്ടുപോവാ, ഞാൻ വിളിച്ചോണ്ട് പോവാ. ശരി, ഞാൻ കൊണ്ടുവരാം. പക്ഷേ അതിനുപരി എനിക്കൊന്ന് സെലക്ട് ചെയ്യണം. നീ തരുന്ന 2000 രൂപയ്ക്ക് വരുവരെ നിർത്താൻ പറ്റൂടാ. ഇരിക്കി. ഇത് കൊള്ളാം, ഇത് ഓക്കെ. എടാ, ഇത് തൃഷയാ. എനിക്ക് ഇഷ്ടപ്പെട്ട നടിയാ. അതുകൊണ്ടല്ലേ ഞാൻ പ്രൊഫൈലിൽ തന്നെ ഈ പടം വച്ചിരിക്കുന്നത്. ഇത് മതിയോ നോക്ക്. ഇത് ഇതോ? ഇത് ഇതെങ്ങനുണ്ട്? ശരിക്കും നോക്കടാ. ഇതെങ്ങനെ? ഇത് അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ? അത്രേ ഉള്ളടാ. അപ്പോ ഫസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ആ റെഡ് കളർ സാരി അതെനിക്ക് ഓക്കെയാ. ഇത് നമ്മുടെ ഈശ്വരല്ലേ, ഒരു കുഴപ്പമില്ല. നീ കാശ് കൊണ്ടുപോവാ, ഇപ്പൊ തന്നെ പോവാ. ഇപ്പൊ മനസ്സിലായല്ലോ ഇവൻ ആരാന്ന്. പെണ്ണെന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതിയിട്ടാ മതി, ആള് അപ്പ വീഴും. ശരിയെന്നാ, ഞാൻ ഈ പണവും കൊണ്ടുവരാം.
കാശ് എങ്ങനെ ഒപ്പിക്കും? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയോ? എന്താ അനിയ, എന്തേലും പറയാനുണ്ടോ? ഒന്നുമില്ല. അത് പിന്നെ എന്താണെങ്കിലും പറഞ്ഞോളൂ. പിന്നെ പെട്ടെന്നൊരു ആവശ്യമുണ്ട്. ഒരു 2 രൂപയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാ. എന്താ അനിയ, ഇതിനൊക്കെയാണ് ഇത്ര നാണിക്കുന്നേ? ഇന്ന് അനിയ ചോദിച്ച 2 രൂപ. 2 രൂപയെന്ന് വെച്ചാലേ 2000 രൂപയാ. സോറി അനിയ, അച്ഛനോട് ചോദിക്കാതെ ആർക്കും 5 രൂപ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നേ. മോനെ മുതലാളി ഉണ്ടോ? അച്ഛൻ പുറത്ത് പോയിരിക്കുക. നമ്മുടെ മഹേഷല്ലേ ഇത്? മോനെ കുഞ്ഞിലേ കണ്ടതാ, ഇപ്പൊ കണ്ടാ തിരിച്ചറിയാത്ത രീതിയിലായി. നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ലേ? ഞാനാ ചന്ദ്രന മോനെ. കോട്ടയത്ത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന. ഓർമ്മയുണ്ട്. സരസ്വതി, മീനാക്ഷി. സരസ്വതി നിനക്ക് ഓർമ്മയുണ്ടല്ലേ? സരസ്വതിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു മോനെ. മീനാക്ഷിയുടെ കല്യാണം അടുത്തു. അതിന്റെ കാര്യം അച്ഛനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നാ. പിന്നെ അച്ഛന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. വരുമ്പോ ഇത് ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി. എന്താ വെച്ചോ? അതൊന്നും വേണ്ട, വച്ചോളൂന്നേ. ആദ്യം നമുക്ക് പോയി ചായ കുടിക്കാം. വാ. ശരി. ചേട്ടനെ കണ്ടത് വല്ലാത്ത സന്തോഷമുണ്ട്. ചേട്ടാ, പിന്നെ ശ്രുതി. അതെ മോനെ, അവളെന്റെ ഇളയ കുട്ടിയാ. അവളുടെ കല്യാണം കഴിഞ്ഞോ? നോക്കിക്കൊണ്ടിരിക്കുക മോനെ. ഓ ശരി, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അച്ഛൻ വരുമ്പോ ഈ പൈസ കൊടുത്തരേ. എന്നാ ഞാൻ വരട്ടെ. ചേട്ടാ, എല്ലാരും ചോദിച്ചെന്ന് പറയണേ. ശരി മോനെ. എന്തായാലും എന്റെ ആവശ്യത്തിനുള്ള പൈസ കിട്ടി. ഇനി എന്തായാലും എന്റെ ആഗ്രഹം തീരെ. എന്താ അനിയ, മുറിവ് പറ്റിയോ? ഒരു ചെറിയ ആക്സിഡന്റാ. 10,000 കൊണ്ട് ഇവൻ കളിക്കാൻ പോയപ്പോ അവന്റെ അച്ഛൻ ഇവനെ പന്ത് കളിച്ചു. അകത്തേക്ക് പോക്കോ, നേഴ്സിനോട് ഞാൻ വരാൻ പറയാം. ഇവിടെയാണോ? അതെ. ഈശ്വര, ഉഗ്രൻ ഉരുപ്പടിയാണല്ലോ. ഒന്നിനും കൊള്ളാത്ത പിള്ളേരെ പോലും ഇവൻ 1.5 ദിവസം നോക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവളോട് ഇനി എന്തൊക്കെയായിരിക്കും? മാഡം, അത് തലയിലൊരു മുറിവ്. ഇരിക്കൂ.
നിങ്ങൾക്ക് പോവാം. അത്രേ ഉള്ളൂ, ഇഞ്ചക്ഷൻ ഒന്നുമില്ലേ? ഇത്രേ ഉള്ളൂ? ഇത് മതി. ഇതെങ്ങനെയാ, രാവിലെയാണോ ഉച്ചയ്ക്കാണോ രാത്രിയാണോ? എപ്പ വേദനിക്കുന്നോ അപ്പ കഴിച്ചാൽ മതി. ആഹാരത്തിന് ശേഷമാണോ അതോ അത് കഴിഞ്ഞിട്ടോ? ആഫ്റ്റർ ഫുഡ്. ആഹാരം എങ്ങനെയാ, നോർമലായിട്ട് കഴിച്ചാൽ മതിയല്ലേ? മിസ്റ്റർ, ഈ മുറിവിനൊക്കെ ഹോസ്പിറ്റൽ വന്നത് തന്നെ വലിയ കാര്യം. ഇതിൽ പെയിൻ കില്ലർ അത് ഇതെന്നൊക്കെ ചോദിക്കുക. ഒന്ന് പോയേ സർ, എല്ലാം ശരിയായിക്കോളും. ഓക്കെ, താങ്ക് യു മാഡം. ഇവൾ ആരാ, ഏതാ, എവിടെ നിന്ന് വരുന്നു, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവളെനിക്ക് വേണം. എന്റെ ഓരോ രാത്രികളിലും ഇവൾ എന്റെ കൂടെ ഉണ്ടാവണം. അത് ഉണ്ടായേ മതിയാവും. നിത്യ, ഒരു മിനിറ്റ്. ഐ ലവ് യു. നിത്യ, പ്ലീസ് നിത്യ. നിത്യ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഒന്ന് മാറിപ്പോയിക്കേ. നമ്മുടെ ജീവിതത്തിൽ എന്നും കാണുന്ന ഒരാൾ തന്നെയവൻ. ഇവന്റെ പേര് രാജേഷ്. BA സെക്കൻഡ് ഇയറാ. ഇവനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ സീൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരു പൂവും കൊണ്ട് പൂവാലിനെ പോലെ കേരളം മുഴുവൻ നടക്കുന്ന പയ്യന്മാരിൽ ഇവനെ ഒരുത്തന്. ഇവനെപ്പോലെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരു പയ്യനെയും ഇവനെപ്പോലെ ശരീരത്തിൽ മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന പയ്യനെയും പെൺകുട്ടികൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, എന്നാ നമുക്ക് പോവാം. എവിടെ ശാന്തി? 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും ഡോക്ടർ. വന്ന ഉടനെ എന്നെ കാണാൻ പറയൂ. ശരി ഡോക്ടർ. വാവാ, എന്താ എത്ര ലേറ്റായേ? ബസ് കിട്ടാൻ കുറച്ച് ലേറ്റായി. ഓ, അല്ല ചേട്ടാ, ഒരു ചെറിയ ഹെൽപ്പ്. പറയൂ. വീട്ടിൽ കുറച്ച് വയറിംഗ് ചെയ്യാനുണ്ട്. പരിചയത്തിൽ ഇലക്ട്രീഷ്യൻ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അടുത്തുള്ള ആരെയും അറിയില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അതിനെന്താ മോളെ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്, അവനോട് ഞാൻ വരാൻ പറയാം. താങ്ക്സ് ചേട്ടാ. എന്തിനാ മോളെ താങ്ക്സ് ഒക്കെ? ഡോക്ടർ നിന്നെ അന്വേഷിച്ചിരുന്നു, അകത്തേക്ക് വെക്കൂ. ഇപ്പൊ പോവാ. ആരാ? ഓ, നിങ്ങളുടെ വീടായിരുന്നോ? ഞാനാണെങ്കിൽ വേറെ ആരെന്നാ വിചാരിച്ചത്. നിങ്ങളാരാ? എന്നെ അറിയില്ലേ? ഇലക്ട്രീഷ്യനെ വേണമെന്ന് ചോദിച്ചായിരുന്നില്ലേ? ചോദിച്ചിരുന്നു. അത് വരൂ.
നിങ്ങളാണോ ഇലക്ട്രീഷ്യൻ? ഹേയ് ഞാനല്ല, ഇവനാ. എനിക്ക് സ്വന്തമായിട്ട് ചാലയിലൊരു കടയുണ്ട്, MK മെറ്റൽസ്. കേട്ടുണ്ടോ? പിന്നെന്തിനാ നിങ്ങളിവിടെ? അത് പിന്നെ എനിക്കറിയാന്നുള്ളൊരു ഇലക്ട്രീഷ്യൻ കട ഇവിടെ ഉണ്ട്. ഓണറിന്റെ കൂട്ടുകാരന്. അവനെ പറഞ്ഞത് ഇവിടെ എന്തോ ആവശ്യമുണ്ട്, ഒന്ന് വന്ന് നോക്കാൻ വേണ്ടിട്ട്. പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. അതെ അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എന്തോന്ന്? അതല്ല, നാട് മുഴുവൻ പ്രശ്നം, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. എന്താ പ്രശ്നം? ദാ ആ സ്വിച്ച് ബോർഡ് വർക്കാവുന്നില്ല. ഈ സ്വിച്ച് ബോർഡോ? അതെ, അതൊന്ന് മാറ്റണമെന്നാ തോന്നുന്നത്. ഫാനും ശരിക്കും വർക്കാവുന്നില്ല. അത് ശരി, ആ അതെ. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. യോ, നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? അതൊക്കെ അദ്ദേഹം നോക്കിക്കൊള്ളുന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കോ, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നാൽ മതി. നിങ്ങൾ പൊയ്ക്കോ. അത് സാരമില്ല, ഞാനിവിടെ നിന്നോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കൊള്ളാനേ. എന്നാ ശരി, നിങ്ങളൊന്ന് നോക്കിക്കോളൂ, ഞാൻ ദാ ഇപ്പൊ വരാം. ദാഹിക്കുന്നുണ്ടോ? തനിക്ക് കുടിക്കാൻ വെള്ളം വേണോ? ഉണ്ടെങ്കിൽ താ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇവൻ ആ പെണ്ണിന്റെ നിന്ന് വാങ്ങും. ഇവന്റെ ആത്മാർത്ഥത കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ, ഇവന്റെ ലവിന് കണക്ഷൻ കൊടുക്കാൻ എന്നെ കിട്ടിയുള്ളൂ. ചായ കുടിക്കുന്നോ? വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങൾ കുടിച്ചോ, ഞങ്ങൾ കുടിച്ചിട്ടാ വന്നത്. എടാ മഹാബാബി, ഒരു കാപ്പി കിട്ടിയത് അതും ഇല്ലാതാക്കി. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? മാഡം, ആ ശരിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഓൺ ചെയ്ത് നോക്ക്. ആ വളരെ താങ്ക്സ്. എത്രയായി? 100 രൂപ. ഏയ്, 50 രൂപയൊക്കെ മതി. ഞാൻ തന്റെ ഓണറിനോട് പറഞ്ഞോളാം. താ 50 രൂപ മാത്രം കൊടുത്താൽ മതിയെന്നേ. ഇവൻ എന്റെ കൈക്ക് പണിയുണ്ടാക്കിയിട്ട് അടങ്ങും. താങ്ക്സ് ഏട്ടാ. ശരി, ഞാൻ ഇറങ്ങുക. ഇതുപോലെ എന്ത് പണിയുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. എന്റെ പേര് ശ്രീ എന്നാ. വേണമെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോ, 9941216115. ഓക്കെ. ഇവിടെ വേറെ ഉണ്ടല്ലോ. ഇവന്റെ ഒരു കോഡ്. ഓലവലാതി.
ആരാ? ഞാൻ ശ്രീ. ബൈക്കൊന്ന് റിപ്പയറായി, അപ്പോൾ കൈയൊക്കെ ഓയിലായി. അതുകൊണ്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. അകത്തേക്ക് വാ. ദാ അവിടെ വാഷ് ചെയ്തോളൂ. ആ ഓക്കെ.